ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതാസ് രുചിയാട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴുക്ക് വരട്ടിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് വരട്ടിയാണ്. ഇതുണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് ചേനയാണ് എടുത്തത്. ചില ചേനയൊക്കെ നല്ല വേവുള്ളതായിരിക്കും. ഞാനിവിടെ എടുത്ത ചേന അധികം വേവില്ലാത്തതാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ചേനയെല്ലാം ഞാൻ ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി, 8 ചുവന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. മുളക് എരിവിനനുസരിച്ച് എടുക്കുക. ചുവന്നുള്ളി കുറച്ച് കൂടുതലായിട്ട് എടുക്കണം, എങ്കിലേ ഈ മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകാതെ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ആദ്യം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന വേവിക്കാം. ഇനി സ്റ്റൗ ഒന്ന് കത്തിക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ചട്ടിയാണ് ഞാൻ വെക്കുന്നത്. ഇനി ഈ ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേവുള്ള ചേനയാണെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് വേവിക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ചേന വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് വേവിക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കണം, ചേനയിലെ വെള്ളം വറ്റിയോ അഥവാ ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, ചേന വെന്തോന്നൊന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്, എന്നാലേ നല്ലതുപോലെ വേവുകയും വേണം. ഈ ഒരു ഭാഗം മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ചട്ടിയിൽ തന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കണം. അത് വഴറ്റുന്നതിന് മുമ്പ് ഒന്ന് കടുക് താളിക്കണം. എന്നിട്ട് ഇത് വഴറ്റിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചല്ലോ, അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് വേണം ഈ മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മുളകും കൂടെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. നേരത്തെ ചേന വേവിച്ച സമയത്ത് അതിലെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ചേർത്താണ് വേവിച്ചത്, മുളകൊന്നും ചേർത്തിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഒരു കളർ കിട്ടുകയും ചെയ്യും. പിന്നെ അധികം എരിവില്ലല്ലോ കാശ്മീരി മുളക് പൊടിക്ക്. ഇനി ഈ മുളക് പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതെല്ലാം മൂത്ത് ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ചേനയും കൂടെ ഇതിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ ഈ ചേന പൊടിഞ്ഞു പോകാതെ നോക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഈ മുളകെല്ലാം ഈ ചേനയിലെല്ലാം ഒന്ന് ആയി കിട്ടണം. മുളക് ഉള്ളിയെല്ലാം കൂടെ ആ മൂത്തതെല്ലാം ഈ ചേനയിലൊന്ന് ആയി കിട്ടി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു കിട്ടണം. വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ തന്നെ കിടന്ന് ഇതൊന്ന് മുരിഞ്ഞു കിട്ടണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. തവിയുടെ ഈ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകത്തില്ല. തീ കുറച്ച് തന്നെ വെച്ച് വേണം ഇതിങ്ങനെ ഇളക്കി ഇത് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാം.
ചട്ടിയുടെ ചൂടുകൊണ്ട് കുറച്ച് സമയം കൂടെ ഈ ചട്ടിയിൽ ഇരിക്കുമ്പം ഇതൊന്നും കൂടി മൂത്ത് വന്നോളും. ഇതിനി ഒന്ന് നിരത്തി ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ മൂത്ത് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചേന മെഴുക്ക് വരട്ടി ഇവിടെ പാകത്തിന് മൂത്ത് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതേപോലെ വെറുതെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചേന മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.